ഇത്തവണ ഓണത്തിനൊരു കിടിലൻ സ്ഥലം റെഡിയായിട്ടുണ്ട്. അതെ, വള്ളുവനാട് ഫെസ്റ്റ് സീസൺ 2 ഓഗസ്റ്റ് 21 മുതൽ ചിനക്കത്തൂർ അമ്പലം ഗ്രൗണ്ട്, ഒറ്റപ്പാലം. നാടെങ്ങും നബിദിനാഘോഷം. നബിദിന റാലികൾക്ക് സ്വീകരണമൊരുക്കി നാട്ടുകാർ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ പള്ളികളിലും മദ്രസകളിലും നബിദിനാഘോഷ പരിപാടികൾ നടന്നു. അറേബ്യൻ മണലാരണ്യത്തിൽ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി ജനിച്ച ജനനത്തിനു മുമ്പേ പിതാവ് മരണപ്പെട്ട് 6-ാം വയസ്സിൽ മാതാവ് മരിച്ച ആളായിരുന്നു മുഹമ്മദ് നബി. തികച്ചും അനാഥനായി വളർന്നു. പിതാമഹന്റെയും പിതൃമാതാവിന്റെയും സംരക്ഷണയിൽ വളർന്നു. 40-ാമത്തെ വയസ്സിൽ മക്കയുടെ സമീപമുള്ള നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കെ ദൈവത്തിന്റെ വെളിപാട് ലഭിച്ചു. അന്നു മുതലാണ് പ്രവാചക പദവിക്ക് അർഹനായത്. 40 വയസ്സു മുതൽ 63-ാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ 23 കൊല്ലം കൊണ്ട് പ്രവാചകൻ സൃഷ്ടിച്ചെടുത്ത വിപ്ലവം തുല്യതയില്ലാത്തതാണ്. മനുഷ്യൻ ദൈവത്തിന്റെ ആദരണീയ സൃഷ്ടി. എല്ലാ മനുഷ്യരും ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും ഉദ്ഭവിച്ചവർ. അതിനാൽ എല്ലാവരും പരസ്പരം സഹോദരങ്ങൾ. ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ വംശത്തിന്റെയോ പേരിൽ ആരും ആരെയും ചൂഷണം ചെയ്യരുത്. ആരും ആരുടെ മേലും ആധിപത്യം ചമയരുത്. പരസ്പരം സ്നേഹിച്ചും ഉപകാരങ്ങൾ ചെയ്തും ജീവിക്കുക. ഒരു കാരണവശാലും ആരെയും അകറ്റി നിർത്തരുത്. ഉച്ചനീചത്വങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും പ്രവാചകൻ ഇല്ലാതെയാക്കി. മനുഷ്യരെ ഒരുപോലെ തന്നെ ജീവിക്കുന്ന ചുറ്റുപാടിനെയും സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണമെന്നും പഠിപ്പിച്ചു. പരിസ്ഥിതി സ്നേഹവും സംരക്ഷണവും ഓരോരുത്തരുടെയും കടമയായി നിശ്ചയിച്ചു. കോട്ടായി സെന്റ് സാസുൽ ഇസ്ലാം മദ്രസ നബിദിന റാലി കാണാനും മധുരപാനീയങ്ങൾ വിതരണം ചെയ്യാനും റോഡിനിരുവശവും നിരവധി പേരാണ് എത്തിച്ചേർന്നത്. റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട, അറബനമുട്ട തുടങ്ങിയവ കാണികൾക്ക് ഹരമായി മാറി. മദ്രസ പ്രധാന അധ്യാപകൻ അഷ്റഫ് ഫൈസിയാണ് നബിദിന റാലിക്ക് നേതൃത്വം നൽകിയത്.